കേന്ദ്ര ഏജൻസികളെ രൂക്ഷമായി വിമർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര ഏജൻസികളെ രാഷ്ട്രീയ പ്രചരണത്തിനു വേണ്ടി കേന്ദ്രം ഉപയോഗിക്കുകയാണെന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. സ്വർണ്ണക്കടത്തിലും കരുവന്നൂർ തട്ടിപ്പിലും നടക്കുന്ന അന്വേഷണങ്ങളെ ചൂണ്ടിക്കാട്ടിയായിരുന്നു വിമർശനം. അതേസമയം കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ പ്രതികരണവുമായി മന്ത്രി വി.എൻ. വാസവനും രംഗത്തെത്തി. കേന്ദ്ര ഏജൻസികളെ രാഷ്ട്രീയ പ്രചരണത്തിനു വേണ്ടി ഉപയോഗിക്കുകയാണെന്നാണ് മുഖ്യമന്ത്രിയുടെ വിമർശനം. കരുവന്നൂരിലെ പ്രധാന കുറ്റാരോപിതനെ മാപ്പ് സാക്ഷിയാക്കിയെന്നും നിയമപരമായി ചെയ്യുന്ന കാര്യങ്ങളല്ല കേന്ദ്ര ഏജൻസികൾ ചെയ്യുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കേസിൽ സർക്കാർ തന്നെ കേന്ദ്രത്തിനോട് അന്വേഷണം ആവശ്യപ്പെട്ടിരുന്നു. അന്വേഷണത്തിന് എല്ലാ പിന്തുണയും നൽകുമെന്ന് സർക്കാർ പറഞ്ഞിരുന്നെന്നും പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് എല്ലാവർക്കും അറിയാമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഒരു സ്ഥാപനത്തിൽ തെറ്റായ കാര്യങ്ങൾ നടന്നു. സംസ്ഥാന സർക്കാർ ഫലപ്രദമായി ഇടപെട്ടു. എല്ലാ ഏജൻസികളും ഇടപെട്ടു. ഈ പറഞ്ഞ പുറം ഏജൻസി വന്നു. അവരുടെ അന്വേഷണം ആരംഭിച്ചു. എന്താ അവർ ചെയ്തത്? ആ സ്ഥാപനത്തിന്റെ വിശ്വാസ്യതയ്ക്ക് ഏറ്റവും അധികം കോട്ടം തട്ടുന്ന രീതിയിൽ ഇടപെട്ട ഒന്നാം പ്രതിസ്ഥാനത്തിരിക്കേണ്ട വ്യക്തി ആ മനുഷ്യനെ മാപ്പുസാക്ഷിയാക്കുകയാണ്. യഥാർത്ഥ തെറ്റുകൾ ചെയ്ത ഒരാളെ മാപ്പുസാക്ഷിയാക്കി ആരെയാണ് രക്ഷിക്കാൻ നോക്കുന്നത്? അതാണോ സാധാരണ അന്വേഷണ രീതി? ഏതെങ്കിലും അന്വേഷണ ഏജൻസി അങ്ങനെ ഒരു നിലപാടെടുക്കുമോ? ഇവിടെ അത് സംഭവിക്കുകയാണ്. ആരാണോ പ്രധാന കുറ്റാരോപിതൻ ആ കുറ്റാരോപിതനെ മാപ്പുസാക്ഷിയാക്കുന്നു. എന്താ വേണ്ടത്? എന്നിട്ട് പ്രചരണം. കരുവന്നൂർ സഹകരണ ബാങ്കിൽ അനപലക്ഷണീയമായ പ്രവണതകൾ ഉണ്ടായെന്നായിരുന്നു മന്ത്രി വി.എൻ. വാസവന്റെ പ്രതികരണം. കേസുമായി ബന്ധപ്പെട്ട് കുറ്റക്കാരായ 7 ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തിരുന്നു. 106 കോടി രൂപ നിക്ഷേപകർക്ക് മടക്കി നൽകിയെന്നും ബാക്കിയുള്ള തുക നൽകാനുള്ള നടപടി സ്വീകരിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തുണ്ടായ വിവാദമായ ഒരു ബാങ്കാണ് കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്ക്. ആ കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്കിൽ നടക്കാൻ പാടില്ലാത്ത രൂപത്തിലുള്ള അനഭിലഷണീയമായ പ്രവണതകളാണ് നടന്നത്. ഗുരുതരമായ തെറ്റ് കണ്ടപ്പോൾ യഥാർത്ഥത്തിൽ 2011 ആരംഭിച്ചതാണ്. ആ 2011 ആരംഭിച്ച തെറ്റുകൾക്ക് ഇപ്പോഴാണ് നമുക്ക് പിടികൂടാൻ കഴിഞ്ഞത്. പിടികൂടി കൃത്യമായി നിയമത്തിന്റെ ദൃഷ്ടിയിൽ കൊണ്ടുവന്ന് അതിൽ കുറ്റവാളികളായ 7 ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തു. അവരുടെ പേരിൽ പോലീസ് കേസെടുത്തു. അതുപോലെ മറ്റ് നമ്മുടെ വിജിലൻസ് കേസെടുത്തു. ആ കൂട്ടത്തിൽ സഹകരണ വകുപ്പിന്റെ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിച്ചു. ആ ബോർഡ് പിരിച്ചുവിട്ടു. അതോടൊപ്പം തന്നെ അവർക്ക് സർചാർജ് ചുമത്തി. അവരിൽ നിന്ന് പണം ഈടാക്കാൻ ആവശ്യമായുള്ള നടപടികൾ ജീവനക്കാരിൽ നിന്നും ബോർഡ് മെമ്പർമാരിൽ നിന്നും ഈടാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു. സഹകരണ മേഖലയിൽ അഴിമതി നടന്നാൽ ഒരു തരത്തിലുള്ള പരിരക്ഷയും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ലെന്ന് മുഖ്യമന്ത്രി പരിപാടിക്കിടെ ഉറപ്പ് നൽകി. സഹകരണ മേഖലയുടെ വിശ്വാസ്യതയ്ക്ക് കോട്ടം തട്ടിക്കൂടാ എന്നും ഏതെങ്കിലും സ്ഥാപനത്തിന് ദുഷിപ്പുണ്ടായാൽ ആ സ്ഥാപനത്തെ മാത്രമല്ല ബാധിക്കുകയെന്നും അദ്ദേഹം പറഞ്ഞു. 9ാം സഹകരണ കോൺഗ്രസിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രിമാർ ഇരുവരും. അമൃത ന്യൂസ്, തിരുവനന്തപുരം.